Hi guys, I am Mini. This is you watching my entertainment mini vlogs by Mini Johnsons. Just see and enjoy. ഡോക്ടർ എനിക്ക് എനിക്ക് ഭയങ്കര തലവേദനയാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് തലയുടെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി പോകുന്ന പോലെ തലവേദനയാണ്. എനിക്ക് രണ്ട് പെൺപിള്ളേരാണ് ഡോക്ടറെ. അവർ ഒരാൾ +2, ഒരാൾ 8ാം ക്ലാസ്സിൽ. അവരൊന്നും ആയിട്ടില്ല. എനിക്ക് ഓർക്കുമ്പോൾ അല്ല ചേച്ചി ഇങ്ങനെ ഇമോഷണൽ ആവാൻ മാത്രം എന്താ സംഭവിച്ചത്? ട്യൂമറിന്റെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തലവേദന ട്യൂമറിന് മാത്രമല്ല വരുന്നത്, പല കാരണങ്ങൾ കൊണ്ട് തലവേദന വരാം. ആ കരച്ചിൽ നിർത്തി, ഞാൻ പറയട്ടെ. ഇപ്പൊ തലവേദന പുള്ളിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. എനിക്ക് ഞാൻ മാത്രമാണ് എന്റെ പിള്ളേർക്ക്. ചേച്ചി തലവേദന കാരണം ഒരു സാമ്പാർ വെക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടറെ. ഞാൻ പറയട്ടെ, ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം. നമുക്ക് CT എടുത്ത് നോക്കാം. അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ ട്യൂമറിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ. അയ്യോ, CT സ്കാൻ ഒന്നും വേണ്ട ഡോക്ടറെ. നാട്ടിൽ വല്ല ഞാൻ CT സ്കാൻ എടുത്ത് നടന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ രോഗിയാന്ന് എല്ലാവരും അറിയും. എനിക്കത് പേടിയാണ്. നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. ചേച്ചിക്ക് ട്യൂമർ ആണെന്ന് പേടിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം ഡോക്ടറെ. എണീറ്റ് നിൽക്കുമ്പോ ഒക്കെ തലയ്ക്കകത്ത് ഒരു ഇത് കിടന്ന് ഉരുളുന്ന പോലെ. ഇനി വല്ല തലയിലെ മുഴയാണല്ലോ ഉരുളുന്ന അറിയത്തില്ല. ചിലപ്പോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ഞാൻ പറയുന്നു, ചേച്ചി കരയാണ്ടിരിക്കുക. ചിലപ്പോ ഒരുപാട് പണിയെടുത്തിട്ടാവാം, അല്ലെങ്കിൽ വെയിൽ കൊണ്ടിട്ടാവാം. വെയിൽ കൊണ്ടായിരുന്ന ദിവസങ്ങളിൽ വല്ലോ? വെയില് കുറച്ച് കൊണ്ടായിരുന്ന. വീടിന്റെ പുറകെ കുറച്ച് കപ്പ ഇട്ടിട്ടുണ്ട്. അതിന്റെ ചോട്ടിലെ പുല്ല് പറിക്കാൻ പോയി ഇച്ചിരി വെയില് കൊണ്ടായിരുന്നു. അതാണ് കാര്യം. വെയിൽ ഒരുപാട് കൊണ്ടിട്ടാണ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ തൽക്കാലം തലവേദനക്കുള്ള മരുന്ന് എഴുതി തരാം കേട്ടല്ലോ. ഭയങ്കര സമയം ഡോക്ടറെ. ഇത്തരം പ്രായമായ മനുഷ്യനെന്ന് പറഞ്ഞാൽ കേട്ടിവിടെ പോലില്ല. ചെറുപ്പക്കാര് കൊച്ചനവിടെ നിൽക്കാൻ ഉള്ള ത്രാണിയില്ലേ. എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ക്യൂ അടിച്ചെന്ന് കയറി പോകുന്ന അതിന് നിങ്ങൾ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വിളിക്കാം. അപ്പൊ എന്താ പറ്റിയ? ചുമയാണോ? ഭയങ്കര വയറുവേദനയാണ് ഡോക്ടറെ. ചുമയല്ലേ? അല്ല, ചുമ അങ്ങനെയില്ല, വയറുവേദന. ഗ്യാസ്, ഈ വായു കയറിയിട്ട് ചോറുണ്ട് കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ. ഞാൻ ഇഞ്ചി ഇതൊക്കെ കഴിയും. വയറങ്ങ് കമ്പിച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ നിൽക്കാനും പറ്റത്തില്ലോ. ഓൾറെഡി വയറ് കാരണം 2 അടി അകലത്തിൽ ആൾ വന്നാലേ നമ്മുടെ മുമ്പേ ആൾ പോയാൽ എൻ്റെ വയറ് അവരെ ഇടിക്കും. അതുപോലെ വയറിക്കുന്ന കമ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഒരു രക്ഷയില്ല ഡോക്ടറെ. ഗ്യാസിന് എന്തെങ്കിലും എഴുതി തന്നില്ലെങ്കിൽ ഗ്യാസ് തന്നെ കൊണ്ട് പോകും ഡോക്ടറെ. വായു വലിക്കൊന്നും വേണ്ട. ആവശ്യത്തേറെ വായു ഇപ്പം വയറിനകത്ത. അതുപോലുള്ള അവസ്ഥയാണ്. ഒരു വഴിയില്ല. ഒരു 10 ബലൂൺ നടക്കാനുള്ള ഗ്യാസ് ഉണ്ട് ഇതിനകത്ത്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ. എന്തൊക്കെയാ ഫുഡ് കഴിക്കാറ്? ഞാൻ ചോറിനും രാവിലെ ഇച്ചിരി വഴങ്ങഞ്ഞി കുടിക്കും, ഇച്ചിരി കാന്താരി പൊട്ടിച്ച്. വേറെ ഒന്നും ഞാൻ വൈകുന്നേരം ഇച്ചിരി കപ്പ കഴിക്കും. ചെറുപയർ തോരൻ അങ്ങനെ. കപ്പയൊക്കെ ഗ്യാസിന് വിരുദാ. ഡോക്ടർ ഇതെല്ലാം ഗ്യാസിനെതിരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ ആൾക്കാരല്ലേ ഇതെല്ലാം കഴിച്ച ശീലമുള്ളൂ. ഇനി കുടിച്ചില്ലെങ്കിൽ ആത്മാ ഇറങ്ങി പോകുന്ന വികാരമാണ് ഡോക്ടറെ. ഒന്നും പറയാൻ മേലെ. എന്തെങ്കിലും ഗ്യാസിന് എന്തെങ്കിലും കാണിക്കും. വല്ല തുളയിട്ടത് എല്ലാം എടുത്തു കളയാൻ പറ്റുമോ? എന്നേലും ചെയ്ത് ഈ വയറിങ്ങനെ കമ്പിച്ച് വർഷങ്ങളായി ഞാൻ മടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? എനിക്ക് വിശപ്പ് തീരെയില്ല. നേരത്തെ ഞാൻ രാവിലെ 10 മണിക്ക് 12 മണി പിന്നെ ഒരു 3 മണിക്ക് 5 മണി ഒക്കെ കഞ്ഞി കുടിച്ചോണ്ടിരുന്ന. എനിക്കിപ്പോ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അല്ലാണ്ട് കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല. അല്ലാത്ത അവസ്ഥയാണ്. 2 കൂമ്പാടുത്ത് 2 കള കളച്ച് കഴിഞ്ഞാൽ എമ്പൊക്കെ വന്നിട്ട് അങ്ങോട്ട് എനിക്ക് പറയാൻ പറ്റില്ല ഡോക്ടറെ. എന്തെങ്കിലും എഴുതാ. അല്ല, പ്രഷറും ഷുഗറും ഒന്നും ദൈവം സഹായിച്ചില്ല. കൊളസ്ട്രോൾ പിന്നെ പുള്ളി അതിർവരമ്പത്ത് നിൽക്കുവാന്ന് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത്. സൂക്ഷിക്കണം, അപ്പോൾ എവിടെയെങ്കിലും മുറിച്ച് കടന്ന് വരും, അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇച്ചിരി കോഴിയോ പോത്തോ പന്നിയൊക്കെ ഇച്ചിരി കൂട്ടുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഈ കൊളസ്ട്രോൾ വരാൻ മാത്രം ഞാനൊന്നും കഴിക്കുന്നില്ല. കൂട്ടുന്നില്ലേ? ഞാൻ ഇറച്ചിയൊക്കെ കൂട്ടും. എന്നെ തിരിച്ചു കടിക്കില്ലാത്ത എല്ലാ സാധനവും ഞാൻ തിന്നും. അതൊന്നും എനിക്ക് അങ്ങനെ നോട്ടുള്ള ആളൊന്നും.
ഈ ഗ്യാസിന് എന്തെങ്കിലും എഴുതുക ഡോക്ടറെ. എനിക്ക് 4 നേരം കഞ്ഞി കുടിച്ച് ജീവിക്കണം ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ. എന്നാന്നോ ഡോക്ടറെ, എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്. അപ്പം എനിക്ക് ഇച്ചിരി ദിവസം റെസ്റ്റ് എടുക്കാനായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതരാമോ എന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. കോളേജുകാർ പറഞ്ഞു അങ്ങനെ ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലീവ് വരാമെന്ന് പറഞ്ഞു. അപ്പം കാല് ഭയങ്കര വേദനയാണ് ഡോക്ടറെ. എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്കൊന്നും പോകാൻ പറ്റും. ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? ഞാൻ സെക്കൻഡ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുക. നിങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഡ്യൂട്ടി ഉണ്ടല്ലോ. എത്ര ദിവസത്തേക്ക് ലീവ് വേണമായിട്ടാണ് വന്നത്? 5-6 ദിവസത്തേക്ക് എഴുതരാൻ പറ്റുമോ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു രോഗകാരണം ഇല്ലാതെ വെറുതെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതരാൻ പറ്റില്ല. കാലിന് അതിന്റേതായ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീണായിരുന്നു വീട്ടിലെ, പിന്നെ മുട്ടിനും അപ്പടി നീരൊക്കെ ആയിരുന്നു. അപ്പം അത് ഇത്ര പറഞ്ഞാൽ അവർ ലീവും തരില്ല, അല്ലെ പിന്നെ എക്സ്റ്റൻഷൻ ചെയ്യിക്കും. വേറെ ഡ്യൂട്ടി നമ്മൾ പിന്നെ വേറെ അവധി ദിവസമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ലീവ് വരാം, പ്ലീസ് ഡോക്ടർ ഒന്ന് എഴുതി തരും. ഒരു കാര്യം ചെയ്യാം, റെസ്റ്റിനെ റെക്കമെൻഡ് ചെയ്ത് എഴുതരാം. ഐഡന്റിഫിക്കേഷൻ മാർക്കായിട്ട് മൂക്കിന് താഴെയുള്ള മാർക്ക് എഴുതട്ടെ? അയ്യോ ഡോക്ടർ, ആ മാർക്ക് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എഴുതണ്ട. അത് ഞാൻ ചുമ്മാ ഐലൈനർ കൊണ്ട് കുത്തിയിരിക്കണം. അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്കിവിടെ ഒരു വെട്ടുപാടുണ്ട്, അത് ഇവിടെയുണ്ട്. അത് രണ്ടേ ഉള്ളൂ. ഇത് ഞാൻ ചുമ്മാ കുത്തിയതാ ഒരു ഫാഷനായിട്ട്. ശരിക്കും കാലിന് വേദനയൊക്കെ ഉണ്ടോ? ശരിക്കും കാല് വേദനയാണ്. അല്ലാണ്ട് ചേച്ചിയുടെ കല്യാണത്തിന് പോകാനാന്ന് പറഞ്ഞാൽ എഴുതരികയല്ല. സോറി ഡോക്ടർ. ഡോക്ടറെ, ഞാനൊന്ന് സ്റ്റെയർ കേസിൽ നിന്ന് വീണു. അപ്പം ഇവിടെ അടിച്ചാ വീണത്, അതുകൊണ്ട് ഭയങ്കര വേദന. എഴുതരികയല്ല. സോറി ഡോക്ടർ. ഡോക്ടറെ, ഞാനൊന്ന് സ്റ്റെയർ കേസിൽ നിന്ന് വീണു. അപ്പം ഇവിടെ അടിച്ചാ വീണത്, അതുകൊണ്ട് ഭയങ്കര വേദന. എന്തെങ്കിലും ഒരു വേദനയ്ക്ക് മരുന്ന് എഴുതി തരാമോ? വീണതാണോ? ആ സൈഡിലുണ്ടല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ കൈ ഒന്ന് ചെറുതായിട്ട് പോയി, അത് സാരമില്ല, പെയിന്റ് ഇച്ചിരി പോയതേ ഉള്ളൂ, കുഴപ്പമില്ല. അല്ല പിന്നെന്തിനെ വേറെ ഒന്നും സംഭവിച്ചില്ല ഡോക്ടറെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇയാൾ ആ സൈഡിൽ നിന്ന് തിരിഞ്ഞേ നോക്കട്ടെ. ഈ സൈഡിൽ എന്തോ ഉണ്ടല്ലോ, ഒന്ന് തിരിഞ്ഞേ. ആ നന്നായിട്ട് തിരിഞ്ഞേ. ഇതാരോ അടിച്ച പോലെ ഉണ്ടല്ലോ. അത് വീണപ്പോ ഞാൻ തന്നെ അയ്യോ ഞാൻ വീണല്ലോ ഇങ്ങനെ കൈ അങ്ങനെ പോയി, എന്റെ കൈ തന്നെ കൊണ്ടെന്റെ പാടാ, അല്ലാണ്ടൊന്നും സംഭവിച്ചില്ല. അതൊന്നുമല്ല, സത്യം പറയൂ. അത് ഞാനൊന്ന് വീണപ്പോ ബോധം കിട്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് അമ്മ വന്നിട്ട് മോനെ ഇടാന്ന് പറഞ്ഞ ഇങ്ങനെ അടിക്കില്ല, അങ്ങനെ ഇടിച്ചപ്പോ വന്നതാ. വേറെ എവിടെ ഇടിച്ചില്ലേ? പിന്നെ ഒരു ഇവിടെ ഇച്ചിരി ഇടിച്ചായിരുന്നു. പിന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ കൈ ഒന്ന് ഇത് കയ്യിലും പരിക്കുണ്ടോ? ഒന്ന് പോറിയിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൽ നിന്ന് തന്നെ വീണത് തന്നെയാണോ? നീ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങിയതാ ഞാൻ, ഹെഡ്ഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ വന്നപ്പം. ലുക്ക്, നമുക്ക് കണ്ടാ മനസ്സിലാവും സ്റ്റെയർ കേസിൽ നിന്ന് വീണാണോ വല്ലവരും തല്ലിയതാണോ. ഡോക്ടർ, അത് സത്യം എന്റെ ഫ്രണ്ടും കൂടെ ബൈക്കിൽ വന്നപ്പം വീണതാണ്. അപ്പം അത് അങ്ങനെ പറഞ്ഞ കേസൊന്നും റോട്രാഫിക് അങ്ങനെ. പ്ലീസ് മര്യാദയ്ക്ക് സത്യം പറഞ്ഞ് നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ എന്തോ മറക്കുന്നുണ്ട്, അത് വന്നപ്പോ തൊട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റെയർ കേസിൽ നിന്നോ ബൈക്കിൽ നിന്നോ ഒന്നും വീണതല്ല, നല്ല തല്ല് കിട്ടിയ പോലെ തന്നെ ഉണ്ട്. എന്റെ കാര്യം ഞാൻ അവളോട് കാര്യം ചോദിക്കാൻ പോയതാ, പക്ഷെ കാര്യം അന്വേഷിക്കുക പോലും ചെയ്തോണ്ട് ആങ്ങളമാർ എന്നെ എടുത്തിട്ട് തല്ലി. നാട്ടിലറിഞ്ഞ മോശം ആരോടും പറയാത്ത. ഡോക്ടർ എന്തെങ്കിലും വേദനയ്ക്ക് എഴുതിത്താ, അണപ്പല്ലൊക്കെ ഇളകി തോന്നുന്ന അപ്പടി വേദനയാണ് ഡോക്ടറെ. എന്ന് തുറന്നേ, അകത്ത് വല്ല ബ്ലീഡിങ് ഉണ്ടോ നോക്കട്ടെ. വാ തുറക്കാൻ പറ്റുന്നില്ല. അടി കൊണ്ടതിന്റെ ചതവൊക്കെയാ. വേദനയ്ക്ക് മരുന്ന് എഴുതി തരാം. ഇനിയെങ്കിലും നല്ല മര്യാദക്ക് നടക്കാൻ നോക്ക്. ഇയാൾ എന്തിനാ പഠിക്കുന്നേ? ഞാൻ BCom 3rd year. പോലെ പഠിക്കാല്ലേടോ, മര്യാദക്ക് പഠിക്കാൻ നോക്ക്. ശരി ഡോക്ടറെ. ആ നെറ്റി ഇടിച്ച് മുഴച്ചിട്ടുണ്ടോ ഒന്ന് കാണിച്ചു. മുഴച്ചിട്ടുണ്ട്. വേദനയാ. വേദന കാണും. ഇത് വെറുതെ മുട്ട് ചെറട്ടി ഇടി തന്നെ ഇവിടെ പറട്ടെ. വേണ്ടാത്ത പണിക്കൊക്കെ പോയിട്ടല്ലേ, ഇല്ലെങ്കിൽ തടുക്കാനുള്ള ആരോഗ്യം വേണം. കയ്യിലെന്ത് പറ്റിയതൊന്ന് കാണിച്ചു. ഇത് അവിടെ എന്നെ ഉന്തിയിട്ടപ്പോ ഞാൻ പോയി നിലത്ത് വീണപ്പോ പോറിയതാ. തൽക്കാലം ഇവിടുന്ന് ഡ്രസ്സിങ് ചെയ്ത് കുറച്ച് വേദനയ്ക്ക് മരുന്ന് തരാം. നന്നായിട്ട് ചൂടൊക്കെ പിടിക്കുക. അത് ഡോക്ടറെ, ഇതെല്ലാം കവർ ചെയ്തൊരു ഡ്രസ്സിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ടോ? അല്ലെ വീട്ടുകാർക്ക് മനസ്സിലാവില്ലേ വല്ല തല്ല് കിട്ടി തന്നത്? ഇങ്ങനെ മുഖം മുഴുവൻ ഡ്രസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പൊത്തി വല്ലതും കവർ ചെയ്യാൻ പറ്റും? അതൊന്നും പറ്റില്ല. തൽക്കാലം ഇയാൾ വേദന മരുന്ന് മേടിച്ച് പോകാൻ നോക്കാം. ചെല്, ഞാൻ പൊത്തിക്കൊണ്ട് നോക്കണം. ഓക്കെ. 2 ദിവസമായിട്ട് ഭയങ്കര പനിയാണേ. പിന്നെ ഞാനിങ്ങനെ ഇവിടെ വീട്ടിലെ വീടിന്റെ പുറത്തെ സൈഡിലൊരു
ചെടി നനയ്ക്കുന്ന ഓസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ. അപ്പം ഞാൻ ചെടി നനയ്ക്കാൻ പോകാറൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ അന്ന് രാവിലെ ഇങ്ങനെ ഓസ് എടുത്തിട്ട് ചെടി ഇങ്ങനെ നനച്ചോണ്ട് വരുവാ. പെട്ടെന്ന് വീടിൻ്റെ നടയുടെ അവിടെ എത്തിയപ്പോഴത്തേനും എന്താ വീണോ? അല്ലല്ല, വീടൊന്നുമില്ല. നടയുടെ അവിടെ എത്തിയപ്പോഴത്തേനും വെള്ളം തീർന്നേ. ഞാൻ പിന്നെ അവിടെ ഓസ് ഇട്ടിട്ട് തിരിച്ച് നടന്നു പോയി. അവിടെ ഞാൻ വിളിച്ച് ടാപ്പിൻ്റെ വല്ല ആണോന്ന് ഇതില്ലല്ലോ നമുക്ക്. ഞാൻ അവിടെ നോക്കിയപ്പോൾ അതൊന്നുമല്ല. എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിലകത്തോട്ട് അമ്മച്ചിനെയൊക്കെ വിളിച്ച് അമ്മച്ചി കുറേ നേരം വിളിച്ച് കഴിഞ്ഞാൽ അമ്മച്ചി എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അമ്മച്ചി വന്നത്. അപ്പോൾ അമ്മച്ചി വന്നപ്പോഴത്തേനും ഞാൻ അവിടെ നേരത്തേനും ഇല്ല ഞാൻ ബോധം കിട്ടുമൊന്നുമില്ല. ഞാൻ അന്നേരമൊക്കെ ഓക്കെ ആണേ. അമ്മച്ചി വന്നപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ മോട്ടർ ആക്കിയിട്ട് അവിടെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു വെള്ളം ടാങ്കിൽ നിറയാൻ. ആ സമയത്ത് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നി എനിക്ക് നാളെ പനി വരുമായിരിക്കും എന്ന്. അങ്ങനെ ഞാനവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. എനിക്കിപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പനിയാണ്. എത്ര ദിവസമായി പനിയായിട്ട്? 2 ദിവസമായി. ടെമ്പറേച്ചർ എങ്ങനെയുണ്ട്? ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഇനിയില്ല. പക്ഷെ ഉള്ളിൽ പനിയുണ്ട് ഡോക്ടറെ, എനിക്കറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് വായിക്കാത്തൊരു കയ്പും അകത്തൊരു ചൂടും എനിക്കറിയാം. പനിയുണ്ട് ഡോക്ടറെ. അത് ഇങ്ങനെ എന്തെങ്കിലും മരുന്നതാണ് എനിക്ക്, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല പനി കാരണേ. പക്ഷെ ടെമ്പറേച്ചർ ഇല്ലല്ലോ. പനി ഉണ്ടെങ്കിൽ അത് ഇപ്പൊ പോയതാ. ഞാൻ ഈ വെയിലത്ത് വന്നുകൊണ്ട് ഇപ്പൊ ചൂടില്ലാത്ത, പക്ഷെ എനിക്ക് ചൂടുണ്ട് ഡോക്ടറെ, പനിയുണ്ട്. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി അവിടെ ഇങ്ങനെ ഇരുന്നപ്പോ പനി ഞാനിങ്ങനെ വിചാരിച്ചേ നാളെ ഈ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോൾ കൃത്യം കാണിയായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സോറി ഡോക്ടർ. ഡോക്ടർ, ഞാൻ ആക്ച്വലി മമ്മി പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് വരണം, ഇഞ്ചക്ഷൻ എടുക്കണം. PT എന്ന് പറയുന്ന ഇഞ്ചക്ഷനുണ്ട്. എൻ്റെ വാക്സിനേഷൻസ് ഒക്കെ ഞാൻ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ആക്ച്വലി എനിക്ക് 17 ഇയേഴ്സ് ഉണ്ട്. അപ്പം 15, 16 വരെയുള്ള എല്ലാ ഇമ്മ്യൂണൈസേഷൻസും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വന്നത് ഞങ്ങളുടെ വീട്ടിലെ ഡോഗ് എന്നെ കടിച്ചു ഡോക്ടർ. അത് കടിച്ചു മീൻസ് ഹി വാസ് ലൈക്ക് പ്ലേയിങ് യുനോ. അങ്ങനെ എന്നെ അവൻ ഹിസ് എ ലവ്ലി ഡോഗ് ആൻഡ് ബ്രൂണോ. പക്ഷേ ഇറ്റ്സ് ലൈക്ക് അവനെ ഒന്നും സ്നേഹത്തിൽ ഇങ്ങനെ മാറത്തില്ല, അങ്ങനെ മാന്തിയത്. ബട്ട് മോം ടോൾ മീ ഐ ഷുഡ് കം ആൻഡ് മീറ്റ് യു. കാരണം PT എന്ന് പറയുന്ന PT അല്ലേ? ഇഞ്ചക്ഷൻ. ഓക്കെ, സോറി. TT എടുക്കണം എന്ന് മമ്മി പറഞ്ഞു. സോ അതാണ് ഞാൻ വന്നത്. ഓക്കെ. പട്ടി എപ്പോഴും ഇങ്ങനെ മാതാറുണ്ടോ? No. He's such a lovely dog. No, he doesn't hurt me at all. But this time I don't know what happens. എന്നെ പനിച്ചാന്ന് എനിക്കറിയാലോ. പെട്ടെന്ന് ഇങ്ങനെ അവനിങ്ങനെ സ്നേഹത്തിൽ മാണ്ടിയില്ല. അപ്പോൾ ഞാനും ഓർത്തില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കി. അപ്പോൾ അവനും കൈ ഇങ്ങനെ ആക്കി. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പറ്റി. ഞാൻ TT ഇഞ്ചക്ഷൻ എഴുതി തരാം. ഓക്കെ ഡോക്ടർ. Should I take any other medicines, doctor? You know, my dog, he's actually immunized. അവന് എല്ലാ ഇഞ്ചക്ഷൻസും ഞങ്ങൾ കൊടുക്കുന്നതാണ്. പിന്നെ രാവിലെയും വൈകുന്നേരം ഒക്കെ ചോറും കൊടുക്കുന്നതാണ്. He don't have any other problem. ഞാൻ അവൻ്റെ മുടിയൊക്കെ എപ്പോഴും കോമ്പ് ചെയ്യുന്ന. അവന് വേറെ കുഴപ്പങ്ങളൊന്നും അവനുള്ളതല്ല. പിന്നെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ഉണ്ടോ ഡോക്ടർ? അതെടുക്കാനാണല്ലോ വന്നത്. പോയിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഞാൻ വന്നതെന്നാന്ന് വെച്ചാൽ ഡോക്ടറെ, അത് എനിക്ക് പനി ഉണ്ടായിരുന്നു ലാസ്റ്റ് വീക്കൊക്കെ. ഇപ്പം പനി രാത്രിയിലുണ്ട്, പകലില്ല. പിന്നെ ചെറിയ ചുമയും ജലദോഷമൊക്കെ. ശ്വാസം എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ശ്വാസം എടുക്കുമ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പണിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പണിയെടുക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അമ്മായിമ്മ ചെയ്തോളൂല്ലോ. അതല്ല, പിന്നെ എന്തോ കുറച്ചൊരു ടയേർഡായിട്ട് തോന്നുക. ഒരുപാട് ഉറങ്ങിയിട്ടൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണം. എന്താണെന്നറിയില്ല. അങ്ങനെ വലിയ പ്രശ്നം തോന്നില്ല. എനിവേ ഞാൻ മെഡിസിൻസ് എഴുതാം. ഓക്കെ ഡോക്ടർ, പാരസെറ്റാമോളിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അല്ലേ? ചെറിയ പനിക്കൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ. 650 വേണോ? 500 പോരെ? 500 ഉണ്ടായിരുന്ന പിന്നെ അത് കഴിച്ചാൽ പോലെ ചോദിച്ചാൽ. പിന്നെ ഏതാ ഡോക്ടർ? അത് കോൾഡിനുള്ള മെഡിസിനാണ്. കോൾഡിനുള്ള മെഡിസിനാണ്. ഞാൻ യൂഷ്വലി സ്ട്രെസ്സിനാണ് എടുക്കാറ്. അത് കുറച്ച് സെഡേഷൻ ഉണ്ടല്ലോ. സെഡേഷൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് എത്ര വേണേലും ഉറങ്ങുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. സിട്രസ് എടുക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഓക്കെ. പിന്നെ ഡോക്ടർ, ഇടയ്ക്കൊരു ചെറിയ വയറുവേദന വരും. അപ്പം ഞാൻ ഓർത്തു ആൽബൻഡസോൾ കഴിച്ചാൽ ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ആണോ എന്നറിയില്ല. വളരെ ഫ്രീക്വന്റ് ആയിട്ട് വയറുവേദന വരുന്നുണ്ടോ? എപ്പോഴും ഇല്ല. ഒത്തിരിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അറിയാതെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മാത്രം അങ്ങനെ
വല്ല കക്കാർച്ചയോ അങ്ങനെയൊക്കെ ഒത്തിരി അങ്ങ് കഴിക്കുമ്പോഴേ ആർത്തിയുള്ള സാധനം ഞാൻ അങ്ങനെ ഒത്തിരി കഴിക്കും, അങ്ങനെ വരാറുള്ളൂ. അതിപ്പോ ഈ പറഞ്ഞ പോലെ എമൗണ്ട് ഒത്തിരി കഴിച്ചിട്ടാ. ആണല്ലേ? വേറെ ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അൽബൻഡസോൾ കഴിക്കണം അതിന്. വേറെയുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ കഴിച്ചോളൂ. എന്താണ് പ്രൊഫഷൻ? നേഴ്സാണോ? അല്ല, ഞാൻ നേഴ്സല്ല. ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, ഞാൻ വീട്ടിലുണ്ട്. അല്ല, ഈ മെഡിസിൻസ് ഒക്കെ ഇങ്ങോട്ട് സജസ്റ്റ് അത് ചെയ്യുന്നത് ഞാനിങ്ങനെ ഇത് ഓരോന്ന് വരുമ്പോ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുവേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഗൂഗിൾ ചെയ്ത് മരുന്ന് കഴിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് ഡോക്ടർ ഞാനിങ്ങനെ നോക്കുന്നേ ഉള്ളൂ, ഒന്നും മേടിച്ച് കഴിച്ചിട്ടൊന്നുമില്ല. എപ്പോഴും ഒരു ഡോക്ടറെ പോയി കാണുന്നതാണ് സേഫ്. അല്ലാണ്ട് സെൽഫ് മെഡിക്കേഷൻ അത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല. ഓക്കെ.